നെല്ലിക്ക ബൈറ്റ്സ് ഒരു AI അപ്പൂപ്പനെ കൊണ്ട് കഥ പറയിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഈ വീഡിയോ. AI അപ്പൂപ്പേ, തുടങ്ങിക്കോ. ഹലോ മനുഷ്യ കുഞ്ഞുങ്ങളെ, ഇതാണ് സിസിഫസിന്റെ കഥ. പണ്ട് കൊരിന്ത് എന്നു പേരുള്ളൊരു നാട്ടിൽ സിസിഫസ് എന്നു പേരുള്ളൊരു രാജാവുണ്ടായിരുന്നു. രാജാവായിരുന്നെങ്കിലും അത്ര നല്ലവനായിരുന്നില്ല. കള്ളവും ചതിയും മുഖമുദ്രയാക്കിയ ഒരുമാതിരി ദുഷ്ടനായിരുന്നു അവൻ. നമ്മുടെ നാട്ടിലെ ചില ബുദ്ധിമാന്മാരെ പോലെ ആരെയും പറ്റിക്കാൻ മിടുക്കൻ, ദൈവങ്ങളെ പോലും പറ്റിക്കാൻ നോക്കിയ ആളായി കക്ഷി. അവന്റെ കുബുദ്ധിക്ക് ഒരതിരുമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ സ്യൂസ് ദേവനിത് കണ്ട് സിസിഫസിനോട് ഭയങ്കര ദേഷ്യം വന്നു. സ്യൂസ് ദേവൻ മരണത്തിന്റെ ദേവനായ തനാറ്റോസിനെ സിസിഫസിനെ പിടിച്ചുകൊണ്ടുവരാൻ വിട്ടു. ഇതറിഞ്ഞ സിസിഫസ് തനാറ്റോസിനെ സൂത്രത്തിലൊരു ജയിലിനകത്താക്കി പൂട്ടിയിട്ടു. മരണത്തിന്റെ ദേവൻ കുടുങ്ങിയതോടെ ലോകത്താരും മരിക്കാതായി. ലോകമാകെ കുഴപ്പത്തിലായി. ഇത് കണ്ട് യുദ്ധത്തിന്റെ ദേവനായ ഏരീസിന് ദേഷ്യം ഇരച്ചു കയറി. യുദ്ധങ്ങൾ നടക്കുമ്പോഴും ആരും മരിക്കുന്നില്ല. അപ്പോ ഏരീസ് വന്ന് തനാറ്റോസിനെ മോചിപ്പിച്ചു. തനാറ്റോസ് മോചിതനായതും നേരെ പോയി സിസിഫസിനെ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ സിസിഫസിന്റെ കുബുദ്ധി അവിടെയും തീർന്നില്ല. അവനൊരു പ്ലാൻ ഇട്ടു. ഭാര്യയോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ ഒരു അടിയന്തര ചടങ്ങും ചെയ്യരുതെന്ന്. നരകത്തിലെത്തിയിട്ട് സിസിഫസ് ഹേഡസിന്റെ ഭാര്യയായ പെർസെഫോണിനോട് ചെന്ന് പറഞ്ഞു, ഭാര്യ തനിക്ക് അടിയന്തര കർമ്മങ്ങളൊന്നും ചെയ്തില്ലെന്ന്. പാവം പെർസെഫോണിക്ക് സിസിഫസിനോട് ദയ തോന്നി. എന്നാൽ നീ തിരിച്ചു ഭൂമിയിൽ പോയി ഭാര്യയെ ശകാരിച്ച് വേഗം തിരിച്ചു വാന്ന് പറഞ്ഞു. സിസിഫസ് തിരിച്ചു ഭൂമിയിലെത്തി. എന്നിട്ട് തിരികെ പോകാതെ ഒളിവിൽ പോയി സുഖമായി ജീവിച്ചു. ഇതറിഞ്ഞപ്പോൾ സ്യൂസ് ദേവന് വീണ്ടും കോപം ആളിക്കത്തി. ഹെർമിസ് ദേവനെ വിട്ട് സിസിഫസിനെ പിടിച്ചോണ്ട് വന്നു. സിസിഫസ് സ്യൂസിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു കഠിനമായ ശിക്ഷ വിധിച്ചു. ഒരു വലിയ പാറക്കല്ല് ഒരു മലയുടെ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റണം. പക്ഷെ ആ കല്ല് മുകളിലെത്തുമ്പോൾ താഴേക്ക് തള്ളിയിടണം. പിന്നെയും താഴെ പോയി ഉരുട്ടിക്കയറ്റണം. ഇതെന്നും തുടരണം. ഒരു അന്ത്യമില്ലാത്ത ദുരിതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, ഈ കഷ്ടപ്പാടിനൊന്നും ഒരു അവസാനമില്ലേ എന്ന്? അതുപോലെയായിരുന്നു സിസിഫസിന്റെ അവസ്ഥ. ഓരോ ദിവസവും ആ കല്ലുരുട്ടിക്കയറ്റുക, അത് താഴേക്ക് വീഴുക, വീണ്ടും ഉരുട്ടിക്കയറ്റുക. ഒരിക്കലും അവസാനിക്കാത്ത പണി. ഒട്ടപാത്രത്തിൽ വെള്ളം കോരുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കഥ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓരോ തവണ കല്ലുരുട്ടി കയറ്റുമ്പോഴും സിസിഫസിന്റെ മനസ്സിൽ സന്തോഷമായിരുന്നു. നെല്ലിക്ക ബൈറ്റ്സ് എല്ലാ ആഴ്ചയിലും ഇതുപോലെയുള്ള വീഡിയോകൾ റിലീസ് ചെയ്യും. പ്ലീസ് വിസിറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.